Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിയ ദിവസം ചിലപ്പോൾ ചപ്പാത്തി ബാക്കിയായിട്ട് വരും, അല്ലെങ്കിൽ ചപ്പാത്തി ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പാത്തി നൂഡിൽസ് പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കനം കുറച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് 2ആയി മുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയും പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാബേജും അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി ക്യാരറ്റും ഒരു പിടി ക്യാബേജും അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കണില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാരറ്റും ക്യാബേജും ഒഴിവാക്കിയിട്ട് മുട്ട മാത്രം ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിക്കനോ മട്ടനോ ബീഫോ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഞാനിപ്പോൾ ഈ ക്യാരറ്റും ക്യാബേജും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെയും മാഗി നൂഡിൽസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കൈകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ചിക്കൻ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ
നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.